അസ്സലാമു അലൈക്കും. വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി. സുഫിയാനെ, ഇന്നലെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച വാർത്ത വരുന്നത്. അതെ. അപ്പോൾ വാസ്തവത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച ആ വാർത്ത പലതരത്തിലുള്ള ചിന്തകളും ചർച്ചകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ആസ് എൻ അക്യുപങ്ക്ചറിസ്റ്റ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ജനങ്ങൾക്ക് അപകടമില്ലാത്ത, ജനങ്ങൾക്ക് ഒരു അർത്ഥത്തിലും ഉപദ്രവമില്ലാത്ത ചികിത്സയാണ് അക്യുപങ്ക്ചർ. അതെ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപകാരം ഒന്നുമില്ലാത്ത ഒരു സംഗതി യുദ്ധം എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ യുദ്ധം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, കുറേ ആളുകളുടെ വാശി, അവരുടെ ഈഗോ, അല്ലെങ്കിൽ ഞാനാണ് വലിയവൻ നീ ചെറിയവനാണ് എന്ന ഒരു അർത്ഥത്തിലുള്ള ഒരു ഈഗോ ക്ലാഷിൽ അവർക്ക് എന്തോ സന്തോഷം കണ്ടുകിട്ടി എന്നതിലപ്പുറം ഒട്ടേറെ മനുഷ്യന്മാർ മരിച്ചു. പ്രത്യേകിച്ച് യുദ്ധം ചെയ്ത ആളുകൾക്ക് പോലും അവർക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. മാത്രമല്ല അവരുടെ പണം ഒരുപാട് ചെലവഴിച്ചു. എന്തിനായിരിക്കും ഇത്രയും വലിയ അപകടം വരുത്തി വെക്കുന്ന യുദ്ധ കോപ്പുകൾ, മിസൈൽ, എന്തൊക്കെ പേരുകളാണ് മിസൈലിനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അപകടം പിടിച്ച അത് ഉണ്ടാക്കുന്ന മനുഷ്യന്മാരെ കൊല്ലുന്ന, അല്ലെങ്കിൽ ബിൽഡിങ്ങുകളും മറ്റ് മനുഷ്യരുടെ സ്വത്തുക്കളും നശിപ്പിക്കുന്ന ഇത്രയും വലിയ ഒരു സംഭവമാണ് അരങ്ങേറിയുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ മനുഷ്യൻ്റെ സുഖമുള്ള ജീവിതത്തിനോ സമാധാനപൂർവ്വമുള്ള ജീവിതത്തിനോ യുദ്ധം ഏതെങ്കിലും അർത്ഥത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യുദ്ധത്തിനെ ലോകത്താരും ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ യുദ്ധം ചെയ്ത ആളുകൾ, അവർ തമ്മിലുള്ള നേതാക്കന്മാർ തമ്മിലുള്ള അവരുടെ വാശി അത് വിജയിച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടായി നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും യുദ്ധം അത് അവസാനിച്ചു, അതിൽ സന്തോഷിക്കാം. ഇനി യുദ്ധമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതേപോലെയാണ് ചികിത്സ. മനുഷ്യന് അപകടം വരുത്തി വെക്കുകയാണ്, രോഗം മാറുന്നില്ല. ചില ടെസ്റ്റുകളൊക്കെ തന്നെ പലപ്പോഴും മനുഷ്യനെ മരണം വരെ രോഗിയാക്കുകയാണ്. ചില മരുന്നുകൾ തൽക്കാലം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും വലിയ അപകടമുണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആളുകളുടെ ഒരു സൈക്കോളജി എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒരുപാട് കാലം പഠിച്ചു, 10ഉം അല്ലെങ്കിൽ MBBSഉം MDയും എന്തൊക്കെയോ പഠിച്ചു. അപ്പോൾ ഇത്രയും പണം ചെലവഴിച്ചു, ഇത്രയും സമയം ചെലവഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചത് കൊണ്ട് അവർക്ക് നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെലവഴിച്ചേ പറ്റുള്ളൂ എന്നൊരു മനോഭാവമാണുള്ളത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ശരിക്ക് ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ യുദ്ധം പോലെയാണ് പല കച്ചവടങ്ങളും. എന്ന് വെച്ചാൽ അതുകൊണ്ട് ആർക്കാണ് ഗുണം എന്ന് പലപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവിടെ ചികിത്സ എന്ന് പറയുന്ന ഒരു വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള മരുന്നുകൾ, ചികിത്സാ രീതികൾ. അപ്പോൾ ജനങ്ങൾ ഒരുപാട് പണം ചെലവഴിച്ചു. ഞാൻ ഒരുപാട് പണം ചെലവഴിച്ചു, മാതാപിതാക്കൾ കൊണ്ട് ചെലവഴിച്ചു, അല്ലെങ്കിൽ ചികിത്സ കൊണ്ട് ചെലവഴിച്ചു. അങ്ങനെ വലിയ പണം ചെലവഴിച്ച ഒരു സംതൃപ്തി എന്നതിലുപരി ആ നൽകിയ ചികിത്സ കൊണ്ട് ആ രോഗിക്ക് എന്ത് കിട്ടി എന്നുള്ള ചർച്ചയില്ല. ഇവിടെയാണ് അക്യുപഞ്ചർ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത്. എന്ന് വെച്ചാൽ രോഗിക്ക് ധാരാളമൊന്നും പണം ചെലവഴിക്കുന്നില്ല, ആഹാരം പോലും വളരെ കുറച്ച് മതി, ചിട്ടകൾ പാലിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ചിട്ടകൾ പാലിച്ചുകൊണ്ട് രോഗം സുഖപ്പെടുമെങ്കിൽ ഇത്രയും വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റെയോ ഇത്രയും വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെയോ ആവശ്യമുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഏതായാലും യുദ്ധം അവസാനിച്ച ഈ സാഹചര്യത്തിൽ ചികിത്സാ മേഖലയിലും ഒട്ടേറെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട്, ഈഗോ ക്ലാഷ് ഒഴിവാക്കിക്കൊണ്ട്, ജനങ്ങൾക്ക് ഉപകാരമുള്ളത് ഇത് ഉപകാരമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അക്യുപഞ്ചർ ചികിത്സയെ ഒരു അപകടവുമില്ലാത്ത ചികിത്സയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് മരുന്നില്ലാതെ രോഗം സുഖപ്പെടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സുഖപ്പെടും എന്നുള്ള കാര്യം ഈഗോ ക്ലാഷ് ഇല്ലാതെ എല്ലാവരോടും തുറന്നു പറയാൻ എല്ലാവർക്കും മനസ്സുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. ഏതായാലും എൻ്റെ ശ്രദ്ധ ശ്രവിക്കുന്ന ഓരോ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ കൂടെയുള്ള സുഫിയാൻ, ഇദ്ദേഹം മുക്കത്ത് ക്ലിനിക്ക് നടത്തുന്ന ആളാണ്, അക്യുപഞ്ചർ ചികിത്സകനാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ ഒട്ടേറെ ചികിത്സകരുണ്ട്. IAPA മെമ്പർമാരായിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും ചികിത്സകരുണ്ട്. ഇവരെല്ലാവരും നൽകുന്ന ചികിത്സ എന്നുള്ളത് മരുന്നില്ലാത്ത ചികിത്സയാണ്. ഈ മരുന്നില്ലാത്ത ചികിത്സ കൊണ്ട് രോഗം സുഖപ്പെടുന്നു എന്നുള്ളതും, അങ്ങനെ രോഗം സുഖപ്പെടുന്ന ഈ ഒരു പ്രക്രിയ വളരെ ചിലവ് കുറഞ്ഞതാണെന്നുള്ളതും, പരിപൂർണമായി മരുന്നില്ലാതെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും, ഇത് ലളിതമായ ഒരു ജീവിതം സമ്മാനിക്കുന്നു എന്നുള്ളതും, മനസമാധാനവും അതേപോലെ തന്നെ
വളരെ സംതൃപ്തിയുമുള്ള ഒരു ജീവിതം ഈ ചികിത്സയോടെ ലഭിക്കുന്നു എന്നുള്ളതും മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.